ശ്രീമദ് ഭാഗവതം. ഇന്ന് നമ്മൾ ഒമ്പതാമത്തായിട്ട് ഭീഷ്മരുടെ ശ്രീകൃഷ്ണ സ്തുതിയാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞതിലെ അശ്വത്ഥാമാവിൻ്റെ ബുദ്ധിയെടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു വിട്ടത് കണ്ടു. അപ്പം അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് എല്ലാ ലോകത്തിലും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെല്ലാം അവിടുത്തെ അവരിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആയുധങ്ങളുടെ പല രാജ്യങ്ങളെല്ലാം ആയുധങ്ങളിൽ അത്രയും ന്യൂക്ലിയർ ബോംബോ അതെല്ലാം ആ ലെവലിലേക്കെല്ലാം ഉയരുന്നത് എങ്ങനെയാണ്? ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം കൊണ്ടാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് ലോകത്തെ നശിപ്പിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. അവർ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അത് ലോക നന്മക്ക് ഉപകരിക്കുന്നു. അവർക്ക് ഈ ധർമ്മ അധർമ്മ യുദ്ധങ്ങളിലൊന്നും താല്പര്യമില്ല. യഥാർത്ഥത്തിൽ അവർ ധർമ്മത്തിൻ്റെ പക്ഷത്തിൽ നല്ല ആൾക്കാരാണ്, ചിന്തിക്കാൻ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. അപ്പം അവരെല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷെ എന്ത് പറ്റി? ആ സമയത്ത് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് ഒരു സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കയറി പ്രയോഗിച്ചു പോകുന്നു. എന്ത്? ന്യൂക്ലിയർ ബോംബ്. അപ്പം അങ്ങനെ ഒരു തെറ്റ് അത് സ്വാഭാവികമല്ല. മനുഷ്യരാണെങ്കിൽ ചിലപ്പോഴെല്ലാം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ചെറിയ തെറ്റെല്ലാം, പക്ഷെ അത് വലിയ വിനാശകരമായ കാര്യമായിട്ടെല്ലാം മാറി. അതുകൊണ്ടാണ് അവരെ ശത്രുവായിട്ടൊന്നും കാണിയല്ല, മഹാന്മാരായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ഇനിയുള്ള യുഗത്തിൽ നിങ്ങളെ സേവനം വേണ്ട. കാരണം പിഴച്ചുപോയി എങ്ങനെ? അവരുടെ ഒരു എല്ലാം ധർമ്മത്തിന് വേണ്ടിയാണ്, ലോകജ്ഞാനം നേടാൻ വേണ്ടിയാണ്. ലോകത്തിലെ ജ്ഞാനമെല്ലാം അവരിലൂടെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ദുർവിനിയോഗം ചെയ്തു. അതാണ് പിഴച്ചുപോയത്. ബുദ്ധി ഉപയോഗിക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയി. അതുകൊണ്ട് ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി. പിന്നെ ഇനിയുള്ളത് ഭീഷ്മരാണ് ശരശയ്യയിൽ കിടക്കുന്നത്. ഭീഷ്മർ എന്ന് പറയുന്ന ആരാണ്? ഈ രാജ്യത്തിൻ്റെ, ഈ ചൂതുകളി നടക്കുന്ന രാജ്യത്തിൽ ഇപ്പൊ കോളേജിലും യൂണിവേഴ്സിറ്റികളിലെല്ലാം നല്ല റാങ്കെല്ലാം വാങ്ങിയിട്ട് ഇരിക്കുന്നവർ തന്നെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം ഇരിക്കുന്നത്. എല്ലാ തലപ്പത്തും ഇരിക്കുന്നവര് വിദ്യാഭ്യാസത്തിന് നല്ല ജ്ഞാനം നേടി റാങ്ക് വാങ്ങിയവരാണ്. നല്ല റാങ്കും അതിൻ്റെ അപ്രൂവലും വാങ്ങിയവരായിരിക്കും ഇരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ലോകം പുരോഗമിക്കുന്നത്. ഏത് രാജ്യമായാലും, അതിപ്പോൾ അമേരിക്ക ആയാലും ചൈന ആയാലും റഷ്യ ആയാലും ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും എല്ലാത്തിലും നയിക്കുന്നവരെ അവിടെ ഉള്ളവരിൽ നല്ല ജ്ഞാനമുള്ളവരാണ്, പഠിച്ച് വിദ്യാഭ്യാസം. അല്ലാത്തവർക്കൊന്നും അങ്ങനത്തെ സ്ഥലത്ത് ഇരിക്കാൻ പറ്റൂല. പക്ഷെ എന്താണ് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണത്തിൽ തലപ്പത്ത് ഒരു കണ്ണില്ലാത്ത രാജാവും പിന്നെ പിന്നിൽ നിന്ന് കുറേ നയിക്കുന്നത് ആരാണ്? ദുര്യോധനാദികളെല്ലാം പിന്നിൽ നിന്നാണ് ഭരിക്കുന്നത്. ഇവര് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരാണ് നയിക്കുന്നത്. പക്ഷെ അവർക്ക് പറയുന്നതിനനുസരിച്ച് നിന്നു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് വേറൊന്നും ഇവർക്ക് ചെയ്യാനില്ല. അവിടെയാണ് ഈ പാളിച്ച വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നല്ല റാങ്കെല്ലാം വാങ്ങിയിട്ട് ആ സ്ഥലത്ത് എത്തിയാലും ധർമ്മത്തിനനുസരിച്ച് അവർക്ക്, ധർമ്മത്തെ പറ്റിയെല്ലാം പഠിച്ചിട്ട് എഴുതിയിട്ട് റാങ്കെല്ലാം വാങ്ങിയവർ തന്നെയാണ്, നിയമങ്ങളെല്ലാം ശരിക്കും പഠിച്ചവരാണ്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഈ ദുര്യോധനാദികൾ പറയുന്ന മാതിരി കേട്ടിരിക്കാനേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് അവർക്ക് പാണ്ഡവരുടെ അവസ്ഥയായിരിക്കും സമൂഹത്തിൽ. കാരണം സത്യധർമ്മത്തിന് വേണ്ടി നിലയ്ക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കില്ല. നമുക്ക് ഇന്ന് ചിന്തിച്ചാൽ മതി, നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ RT ഓഫീസിൽ നല്ലൊരു നീതിമാനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. നീതി പ്രകാരമേ ഞാൻ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരെല്ലാം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടും. അപ്പം ഭീഷ്മർക്ക് അവിടെ ഇരിക്കേണ്ടിക്ക് ഒരു വഴിയേ ഉള്ളൂ. എന്ത്? ഒന്നെങ്കിൽ അവർ പറയുന്ന മാതിരി എല്ലാം ചെയ്തു കൊടുക്കുക. പാഞ്ചാലിൻ്റെ വസ്ത്രാക്ഷേപം നടക്കുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ
അവർ പറയുന്ന അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് അവർക്കൊരു ഗുണവുമില്ല. അപ്പം വിദ്യാഭ്യാസം എന്തുണ്ടായാലും അവരുടെ പാളിച്ച എവിടെയാണ് പറ്റിയത്? ഈ അധർമ്മത്തിനെല്ലാം കൂട്ടുനിന്നത് അവരാണ്. അവരിലൂടെയാണ് ഈ അധർമ്മം വെളിയിൽ വന്നത്. അവരുടെ കഴിവുകേടാണ്. അതാ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇവർ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ധർമ്മത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുക, മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? ഏത് കാലഘട്ടത്തിലെയാണ്? ചിന്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഭീഷ്മരാണ്. അതുകൊണ്ട് അതിന്റെ പാപത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ശരശയിൽ കിടക്കുന്നത്. അപ്പൊ ആ ഭീഷ്മരുടെ ശ്രീകൃഷ്ണ സ്തുതിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. ഒന്നില് സൂതൻ പറയുകയാണ്, ജനങ്ങൾക്കുണ്ടായ ദ്രോഹം നിമിത്തം ഭയം മുഴുത്ത യുധിഷ്ഠിരൻ. ജനങ്ങൾക്ക് കുറെ ദ്രോഹമെല്ലാം ഉണ്ടായല്ലോ. എല്ലാവരെ ഭർത്താക്കന്മാർ മരിച്ചു, ഭൂരിപക്ഷം ഭർത്താക്കന്മാർ മരിച്ച്, മക്കള് മരിച്ച്, അങ്ങനെ വിധവകള്, അമ്മമാര്, മക്കളില്ലാതെ അമ്മമാര് എല്ലാം ആയിട്ടുള്ള കുറേ വിഭാഗത്തിന്റെ ആണ് അവശേഷിച്ചിരിക്കുന്നത്. അപ്പൊ ഈ യുദ്ധം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ യുധിഷ്ഠിരന് ആകെ വിഷമം, ഇവരെല്ലാം ഇനി ഞാനെന്ത് ചെയ്യുന്നുള്ളത്, എൻ്റെ ധർമ്മം എന്താണ്, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനും കൂടിയാണല്ലോ. അതുകൊണ്ട് യുധിഷ്ഠിരന് ആകെ വിഷമിച്ചിട്ട് ധർമ്മം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരടുത്ത പോയി ചോദിക്കുന്ന? ഭീഷ്മരുടെ അടുത്ത് ചെല്ലുകയാണ്. ഏത്? കുരുക്ഷേത്രത്തില് വീണ് കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് പോയി. ആര്? ധർമ്മപുത്രൻ. യഥാർത്ഥത്തിൽ ഭീഷ്മർ നീതിമാനായിട്ട് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, കാര്യങ്ങൾ ലോകം നടപ്പാക്കിയിരുന്നുവെങ്കിൽ അവരല്ലേ താല്പര്യമുള്ളത്. എല്ലാ വിദ്യയും തികഞ്ഞിട്ട് ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയുള്ള ഭീഷ്മരടുത്തേക്കാണ് ആര് ചെല്ലുന്നത്? ധർമ്മപുത്രര് ചെല്ലുന്നത്. അവർ വിനോദാഭാസമായിട്ട് തോന്നും. പക്ഷെ അവർക്കറിയാം, അവർക്കും പഠിച്ചിട്ട് റാങ്ക് വാങ്ങിയവരാണ്. തിയററ്റിക്കലായിട്ട് എല്ലാം എഴുതിയിട്ട് നിയമങ്ങളെല്ലാം കൃത്യമായി എഴുതി പാലിച്ചിട്ടാണ് കയറുന്നത്, ആ സ്ഥാനത്ത് ഇരുന്നിരിക്കുന്നത്. അതിലൊന്നും സംശയമൊന്നുമില്ല. എല്ലാം നല്ലോണം അറിയാം. പക്ഷേ പ്രയോഗിക്കാൻ മാത്രം പറ്റൂല. പ്രയോഗിച്ചാൽ പിന്നെ എടുത്ത് ദൂരെ കളയും. നീതി എല്ലാം ഉദാഹരണമായിട്ട് പാഞ്ചാലിന്റെ വസ്ത്രക്ഷേപം നടക്കുമ്പോൾ ഭീഷ്മർ കയറിയിട്ട് അവിടെ എന്തെങ്കിലും തടുത്തിരുന്നെങ്കിൽ പിറ്റേന്ന് ഭീഷ്മറും വെളിയിൽ, പാണ്ഡവരൊപ്പം പോകാം കാട്ടിലേക്ക് എന്തെല്ലാന്ന് വെച്ചാൽ ആ അവസ്ഥയിലേക്ക്. അപ്പൊ ഏത് കാലഘട്ടം എന്താണെന്ന് ചിന്തിച്ചോളണം. നമ്മൾ വേദവ്യാസൻ ഏത് കഥയാണ്, ഏത് കാലഘട്ടത്തിന്റെയാണ് കഥ പറയുന്നതെന്ന് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. രണ്ടില് അപ്പോൾ എല്ലാ സഹോദരങ്ങളും വ്യാസനും എല്ലാം ഉണ്ട്. പിന്നെ അവിടേക്ക് തിരിച്ചു. പിന്നെ 3, 5, 6 പറയുന്നു, അർജുനൻ ശ്രീകൃഷ്ണന്റെ തേരിൽ കയറി അവിടേക്ക് പോയി. ഭൂമിയിൽ വീണ് കിടക്കുന്ന ഭീഷ്മരെ, അപ്പൊ അവിടെ ഭൂമിയിൽ ഭീഷ്മർ വീണ് കിടക്കുകയാണ് ശരശയ്യയിൽ. അപ്പൊ അവിടെയുള്ളവർക്ക് അതെന്താ തോന്നിയെന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് വേണ്ട ദേവനെ പോലെയാണ് ഭീഷ്മരെ അവിടെ കണ്ടത്. സ്വർഗത്തിൽ നിന്ന് ഒരു ദേവൻ വന്ന് വീണ മാതിരിയാണ് ഉള്ളത് ഭീഷ്മർ. അവരെ പാണ്ഡവരും കൃഷ്ണനോടൊക്കെ എല്ലാവരും കൂടിയിട്ട് വണങ്ങി. എന്തുകൊണ്ടാണ് ഭീഷ്മരെ ഇത്ര വണങ്ങിയത്? ഇവര് നല്ല ബുദ്ധിമാന്മാരാണ്, എല്ലാ ബുദ്ധിയും തികഞ്ഞവരാണ്, റാങ്ക് വാങ്ങിയവരാണ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. അതുകൊണ്ട് എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ്. ജ്ഞാനമുള്ളവരെ ബഹുമാനിക്കണം. അല്ലാതെ ഇവർക്ക് ഈ ധർമ്മയുദ്ധത്തിന്റെ ധർമ്മം വേണോ അധർമ്മം വേണോ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ പറയുന്ന ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കണം എന്നാണ്. പക്ഷെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നാല് അവിടുത്തെ ജോലിയും കളഞ്ഞിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഒന്നിക്കാ പക്ഷത്ത് നിൽക്കുക, അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പോൾ അവര് കുറ്റക്കാരൊന്നുമല്ല, നിലനിൽപ്പിന്റെ പ്രശ്നമല്ല. ഇല്ലെങ്കിൽ പിന്നെ പാണ്ഡവരെ പക്ഷത്ത് പോകാണെന്ന് വെക്കണം. പക്ഷെ അതിനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് അവരുടേതായ ന്യായങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ടാണ് അവസ്ഥയിലായത്. അല്ലാതെ ജ്ഞാനത്തിന് കുറവൊന്നുമില്ല. നീതിമാന്മാരാണെന്ന് ചോദിച്ചാൽ നീതിയെല്ലാം നടപ്പാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ്, നല്ല ആൾക്കാർ തന്നെയാണ് സമൂഹത്തിന്റെ ഉയർന്ന സ്ഥലത്ത് റാങ്ക് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ പിന്നിൽ നിന്ന് കളിക്കുന്നവർക്ക് വേണ്ടി എല്ലാത്തിനും അധർമ്മത്തിനും കൂട്ടു നിൽക്കുന്നവരായി മാറി. അതിൻ്റെ പരിണത ഫലമാണ് ഈ സംഭവിച്ചത്.
ഇനി അപ്പോൾ ബ്രഹ്മർഷി നാരദനും ദേവന്മാരും രാജർഷിമാരും എല്ലാവരും അവിടെ എത്തി. എൻ്റെ 6, 7, 8 വേദങ്ങളിലുള്ള എല്ലാ ഋഷിമാരുടെ നാരദൻ, വ്യാസൻ, പർവ്വതൻ, ഭരദ്വാജൻ, ഇങ്ങനെയെല്ലാം പരശുരാമൻ, എങ്ങനെ ലോകത്തിലെ ഉള്ള എല്ലാ കഥാപാത്രങ്ങളും, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുള്ള പേരെല്ലാം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം വിടുകയാണ്. കാരണം എല്ലാവരെയും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോളൂ. പരശുരാമൻ ആരെല്ലാം എന്ന് വെച്ചാൽ അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടെന്ന് വെച്ചോളൂ. അവരെല്ലാം അവിടെ എത്തി. അപ്പോൾ 9 പറയുകയാണ്, മഹാശക്തിശാലികളായ അവരെ അരികിൽ കണ്ടപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട്, വേദവ്യാസനടക്കം എല്ലാവരും കൂടിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേശം, കാലം എന്നിവയുടെ വകതിരിവ് അറിയുന്ന ഭീഷ്മർ, ദേശവും കാലവും എന്നിവയുടെ വകതിരിവ്, കാരണം എല്ലാ സംഭവങ്ങളും ദേശവും കാലവുമെല്ലാമായിട്ട്, ഓരോ ദേശത്തിലും നടക്കുന്ന സംഭവങ്ങൾ കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആ ബ്രഹ്മമാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊന്നും മനുഷ്യൻ്റെയോ ഭീഷ്മരുടെയോ ഒന്നും കയ്യിലല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നത്. ഓൾറെഡി ഇതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. കാലം ഇങ്ങനെ പോവുകയുള്ളൂ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഗോത്ര കാലഘട്ടം, കൊളോണിയസം, പിന്നെ ഈ ഇന്നത്തെ കാലഘട്ടം, പിന്നെ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു വസുദേവ കുടുംബം, ഇങ്ങനെ പ്ലാൻ ചെയ്യും. പിന്നെ ലോകം നശിക്കും. അത് ഈ സൈക്ലിങ് ഇങ്ങനെ, അത് കുറേ കാലമായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല. അതിനെപ്പറ്റി ആർക്ക് നല്ലവണ്ണം അറിയാം? ഭീഷ്മർക്ക് നല്ലവണ്ണം അറിയാം. അതാണ് കാലദേശങ്ങളുടെ വകതിരിവ് അറിയുന്ന ഭീഷ്മർ അവരെയെല്ലാം, കൃഷ്ണനെ അടക്കം എല്ലാവരെയും ആദരിച്ചു. എൻ്റെ 11 കണ്ണുനീര് വന്നു. പാണ്ഡവരെയെല്ലാം കണ്ടപ്പോൾ കണ്ണിൽ കണ്ണുനീര് വന്നു. കണ്ണുനീര് വന്നാൽ ശരിക്കും കാണാൻ പറ്റില്ല. എന്നിട്ടും പാണ്ഡവരെ നോക്കിക്കൊണ്ട് പറയുകയാണ് 12, 13, 14, ധർമ്മജന്മാരെ, ധർമ്മനന്ദനന്മാരെ, നിങ്ങളെല്ലാം ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. അറിയാം, കാരണം ആ സ്ഥാനത്തിരിക്കുന്നവർക്കറിയാം, മുകളിലുള്ളവർക്കെല്ലാം അറിയാം ആരെ പക്ഷത്താണ് ധർമ്മം, ആരാണ് ഈ അധർമ്മം കാട്ടുന്നത്. പക്ഷേ നമ്മൾ അധർമ്മികളോട് കൂടേണ്ടി വരുന്നു. മറ്റവരുടെ ഭാഗത്താണ് ധർമ്മം, എന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ അവസ്ഥയിൽ അവരെന്ത് പറയാണ്? അവരെ ഉള്ളിലുള്ള വികാരം പ്രകടിപ്പിക്കുകയാണ്. ധർമ്മനന്ദനരെ, അയ്യോ കഷ്ടം, അയ്യോ അന്യായം, വലിയ അന്യായമാണ്, ഭയങ്കര കഷ്ടമാണ് നിങ്ങളെ കാര്യം. കാരണം ബ്രാഹ്മണരും, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോടടുത്തവരാണ്, അത്രയും നീതിമാന്മാരാണ്. ധർമ്മമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്, ധർമ്മമാണ്. അപ്പം ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ധർമ്മം, ശരി തെറ്റുകളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, ബ്രഹ്മത്തെ മനസ്സിലാക്കിയവർ, അതല്ല എല്ലാ ജ്ഞാനവും തെളിഞ്ഞവരാണ് നിങ്ങൾ. ഭഗവാനും ആശ്രയമായിട്ടും നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്. ഈ ഭഗവാനും നിങ്ങളെ കൂടെ തന്നെയാണ്, ധർമ്മത്തിന്റെ കൂടെയാണ്. നിങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടവരല്ല. അപ്പം നിങ്ങൾ നീതിമാന്മാരാണ്, ബ്രഹ്മതത്വം ഗ്രഹിച്ചവരാണ്, ബ്രഹ്മത്തിന്റെ ആൾക്കാർ തന്നെയാണ്. ദൈവം നിങ്ങളെ പക്ഷത്താണുള്ളത്. നിങ്ങൾ ഈ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടവരായിരുന്നില്ല. യുദ്ധത്തിൽ പാണ്ഡു മരിച്ചപ്പോൾ കൊച്ചു കുട്ടികളായ നിങ്ങളെയും കൂട്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് വേണ്ടി അവര് വളരെ ത്യാഗം സഹിച്ചു, കുന്തിയും കുറേ സഹിച്ച് നിങ്ങളും അനുഭവിച്ചു. പക്ഷേ അത് കാലം വരുത്തി വെച്ചതാണെന്ന് ഞാൻ കരുതുന്നു. അത് കാലം കരുത്തി വെച്ചതാണ്. കാലമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. കാലം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പ്രോഗ്രാം, അതുമാതിരി ഇങ്ങനെ പോവുകയാണ്. അതിന് എനിക്കെന്തേ ചെയ്യാൻ പറ്റും? ആ കാലത്തിൽ എനിക്കെൻ്റെ മുമ്പിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നിച്ച് ഇവർ പറയുന്നതെല്ലാം സമ്മതിച്ചുകൊണ്ട് ആ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് കർമ്മം ചെയ്യുക. അധർമ്മികൾ പിന്നിൽ നിൽക്കും. മോള് തലക്ക് പറഞ്ഞൊക്കെ ഒന്നും കണ്ണ് കാണാൻ പറ്റാത്ത ഒരു രാജാവ് പോലെയുള്ള, കണ്ണ് കാണാതെ ഒരു രാജാവിന് സമയമാനമായ ഒരാളെ മുകളിൽ പിടിച്ചിരിക്കും. എന്നിട്ട് പിന്നിൽ നിന്ന് ശകുനികളും ദുര്യോധനാദികളെല്ലാം കളിക്കും. ആ കളിക്കനുസരിച്ച് നൂറ് കൊടുക്കും.
അതെ, എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് എന്നെ വിധിച്ചിരിക്കുന്നത് അവിടെ നിൽക്കാനാണ്. അപ്പം ലോകം അങ്ങനെ പോകും. ഒരു കാലം കഴിയുമ്പം കാലം എന്ത് ചെയ്യും? ഇവരെല്ലാം അടിച്ചു കൊന്ന് മഹാഭാരത യുദ്ധത്തിലൂടെ മൂന്നാം ലോക മഹായുദ്ധം അത് തന്നെയാണ് ആയിരിക്കും. ഒന്ന് വീക്ഷിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുവരും. അതുവരെ നിങ്ങളെ കാര്യം കട്ടപ്പോകണം. അവരുടെ ധർമ്മത്തിനനുസരിച്ച് നിൽക്കുന്നവരെ അവർ കള്ളച്ചൂതുകളിയിലൂടെ ഒരു കൊടുത്ത സ്ഥലം തന്നെ എന്താണ്? തല്ലിപ്പൊളി സ്ഥലമാണ് കൊടുത്തത്. അവരവിടെ വലിയൊരു മണിമാളിക നിർമ്മിച്ചപ്പോൾ കള്ളച്ചൂതിലൂടെ അടിച്ചു കളഞ്ഞ് വെളിയിലാക്കി. പിന്നെ മഹാഭാരത യുദ്ധത്തിലൂടെയാണ് തിരിച്ചു വന്നത്. അതെല്ലാം കാലം വരുത്തി വെച്ചതാണെന്ന് ഞാൻ കാണുന്നു. അല്ലാതെ കാലത്തെ മറികടക്കാൻ ആർക്കും, കാലം ഇങ്ങനെയാണ് പോകുന്നത്, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനെയേ പോകും, ഇങ്ങനെ തന്നെ പോവുകയും ചെയ്യും. എത്തേണ്ടടുത്തെത്തി ചെയ്യും, കാലം ഇവിടെ എത്തിക്കുകയും ചെയ്യും. പാലകരോട് കൂടിയ ലോകം. ഇപ്പം ലോകത്തെ പാലിക്കുന്ന കുറേ ശക്തി വിശേഷങ്ങളുണ്ട് മുകളിൽ. പക്ഷെ അവരെല്ലാം എന്താണ്? കാറ്റിലകപ്പെട്ട മഴക്കാർ പോലെ. മഴക്കാർ കാറ്റിലകപ്പെട്ടാൽ എല്ലാം ചിന്ന ഭിന്നമായി എവിടെയാകുന്നത് പോലെ ഈ കാലത്തിൻ്റെ അധീനതയിലാണ്. കാലം ചിലപ്പോൾ ഇങ്ങനെയെല്ലാം അടിച്ച് കലക്കിയെല്ലാം ചെയ്യും. ചിലപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയെല്ലാം ഉണ്ടാക്കും. അതെല്ലാം കാലത്തിൻ്റെ ഫലമാണ്. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. ഭീഷ്മർ പറയുകയാണ്, അവർ സത്യവുമാണ്. കാലമാണ് ഇത് തീരുമാനിച്ചത്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും നാളെ മഹാഭാരത യുദ്ധം എന്നത്, മൂന്നാം ലോക മഹായുദ്ധം എന്നത് സുനിശ്ചിതമാണ്. അത് നടക്കുകയും ചെയ്യും. അതിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അവിടെ അവശേഷിക്കുന്ന ജനങ്ങൾ എന്തായിരിക്കും? ഇതേമാതിരി ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾ, ഇങ്ങനെ നിരാലംബരായ കുറേ ജനങ്ങളെയായിരിക്കും കിട്ടുക. അതിൻ്റെ ഫലം അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എൻ്റെ 15 ധർമ്മജ്ഞനായ രാജാവും, അതായത് ധർമ്മപുത്ര, ഗതയുള്ള ഭീമനും, വില്ലാളിയായ അർജുനനും, ബന്ധുവായ കൃഷ്ണനും ഉണ്ടായിട്ടും അവിടെ ആപത്ത് വന്നു. എന്തുകൊണ്ടാണ്? ഇവരെല്ലാം ഉണ്ട്. കൃഷ്ണനും, കാലം പോലും, കൃഷ്ണൻ പോലും നിസ്സഹായനാണ്. കാലത്തിനൊന്നും ചെയ്യാനില്ല. കാലം ഒരു പ്രോഗ്രാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുമാതിരി പോകും. ലോകം പുരോഗമിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ചില കാലത്തിൽ കുറേ അനുഭവമുണ്ട്. അത് മാക്സിമം എത്തുമ്പോൾ കൃഷ്ണൻ വരും, കാലം വരും. ഒരു വലിയൊരു യുദ്ധത്തിലൂടെ, അത് മഹാഭാരത യുദ്ധമാണ്, അല്ലാതെ വേറെ വഴിയൊന്നും വേദങ്ങൾ പറഞ്ഞിട്ടില്ല. മഹാഭാരത യുദ്ധത്തിലൂടെ കൊണ്ട് തന്നെയാണ് ഈ അവസ്ഥ മാറ്റിയിട്ട് ഒരു സുന്ദരമായ പാണ്ഡവരുടെ ലോകം ഉണ്ടാക്കാൻ പോകുന്നത്. ധർമ്മത്തിനനുസരിച്ച. പക്ഷേ കുറച്ച് പേരെ കാണും. ഇനി 16 കാലത്തിൻ്റെ ഈ ആഗ്രഹത്തെ മനുഷ്യർ ഒരിക്കലും അറിയുന്നില്ല. പക്ഷേ കാലം ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള സത്യം മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. മനുഷ്യർ വിചാരിക്കുന്നത്, ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ? ലോകമഹായുദ്ധമുണ്ട്, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും, ഈ ലോകം മുഴുവൻ ഇല്ലാതെയായിരിക്കും. ലോകമൊന്നും ഇല്ലാതെയാകും പോകുന്നില്ല. ഒരു സുന്ദരമായ ലോകം ഉണ്ടാവും. എല്ലാ ജ്ഞാനവും കഴിഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ നീചത്വങ്ങളൊന്നും ഇല്ലാതെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കുറച്ച് പേര്. പക്ഷേ അതിനകത്ത് എന്തായിരിക്കും? അധികം വിധവകളും മറ്റേതുമായിരിക്കും. അവരെയാണ് ആ യുദ്ധത്തിലൂടെ ഇനി കൊണ്ടുപോകേണ്ടത്. അതിനെപ്പറ്റി ഇവിടെ പറയാൻ പോകുന്നത്. അറിയുവാനുള്ള ആഗ്രഹമുള്ള വിദ്വാൻമാർ പോലും വിവശരാകുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ശ്രമിക്കുന്നവർ പോലും ഇത് കേൾക്കുമ്പോൾ വിവശരായി പോകുന്നു. കാരണം ഈ അധർമ്മികളുടെ കാലഘട്ടത്തിൽ ഭീഷ്മരല്ല ഇതെല്ലാം അറിയുന്നവരാണ്. പക്ഷെ എന്ത് ചെയ്യാന്ന്? വിവശരായി പോകുന്നു. എന്ത് ചെയ്യണം? ഒന്നിക്കലും അതിൻ്റെ പാണ്ഡവരെ പോവുക, അല്ലെങ്കിൽ ഇത് നമ്മളെപ്പറം നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളെല്ലാം തരാം, പക്ഷേ നമ്മൾ പറയുന്നവരെ ചെയ്തോളാം. അപ്പം വിവശരാകും. ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ചേ പറ്റും. ഇനി 17 അതിനാൽ ഇത് ഈശ്വരാധീനമാണെന്നറിഞ്ഞ്, അതുകൊണ്ട് ഇതെല്ലാം ഈശ്വരൻ നിശ്ചയിച്ച ഒരു വഴിയാണ്, അതങ്ങനെയേ പോകും. അത് എന്ന് മനസ്സിലാക്കി ഭീഷ്മർ കൊടുക്കുന്ന ധൃതരാഷ്ട്രർക്കുള്ള ഉപദേശമാണ്. അതിനാൽ ഇത് ഈശ്വരാധീനമാണെന്ന് അറിഞ്ഞ് ഈ ഈശ്വരൻ്റെ അനുവർത്തിയായിക്കൊണ്ട് ആ ഈശ്വരൻ തെളിക്കുന്ന വഴിയിലൂടെ, അതിലൂടെ എനിക്കും പോകാൻ പറ്റൂ. ഈശ്വരൻ എന്താണോ തീരുമാനിച്ചത് അതിലൂടെ എനിക്കും ചെയ്യാൻ പറ്റും.
അപ്പൊ ഈശ്വരന്റെ അനുവർത്തിയായിക്കൊണ്ട് നാഥനില്ലാത്ത പ്രജകളെ പാലിച്ചാൽ, അവിടെ കുറെ നാഥനില്ലാത്ത ജനങ്ങളുണ്ട്. യുദ്ധം കൊണ്ടുണ്ടായ ഭർത്താക്കും എല്ലാം പോയി, മക്കളും എല്ലാം പോയി, കുട്ടികളും എല്ലായിട്ടുള്ള കുറെ ജനാട ശേഷിച്ചിട്ടുണ്ട്. അവരെ രക്ഷിക്കുകയാണ് നിന്റെ ജോലി. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ അധർമ്മികളെല്ലാം കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഭരിക്കുകയായിരുന്നു. ഞാനത് ഭംഗിയായിട്ട് എൻ്റെ റോൾ ചെയ്തു. ഇനി നിന്റെ ജോലി എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ടിട്ട് യുദ്ധമെല്ലാം ജയിച്ചല്ലോ. കുറേ അവശരായ കുറേ ആളെയെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അനാഥരായ കുറേ നാഥനില്ലാത്ത കുറേ പ്രജകളെ കിട്ടിയിട്ടില്ല. അവരെ പോയി പരിപാലിക്കലാണ് നിന്റെ ജോലി. അതാണ് വസുദേവ കുടുംബം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി 18 ആദിപുരുഷനും സർവേശ്വരനുമായ ഈ അടുത്തിരിക്കുന്ന ആൾ. അപ്പൊ ഈ നിങ്ങളെ കൂടിയിരിക്കുന്ന ഈ അടുത്തിരിക്കുന്ന കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാ പറയും. ഈ അടുത്തിരിക്കുന്ന കക്ഷി ഉണ്ടല്ലോ, ആദിപുരുഷനാണ്, സർവേശ്വരനാണ്. അയാൾ എന്താ ചെയ്യുന്നത്? ആ ശക്തി എന്താ ചെയ്യുന്നത്? മായാ ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ട് ഇവിടെ സ്വരൂപം മറച്ചു നിൽക്കുകയാണ്. ഇദ്ദേഹം, ഈ ശക്തി, ഈ കാലം, കഥയിലാണേ കഥാപാത്രം, യഥാർത്ഥത്തിൽ ആ കാലത്തെറ്റ് കൊണ്ടിക്കൊണ്ടാണ് ഭീഷ്മർ പറയുന്നതെന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. സാധാരണക്കാർക്കാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന കഥാപാത്രം കൃഷ്ണൻ. ഈ കൃഷ്ണൻ ആദിപുരുഷനാണ്, ബ്രഹ്മമാണ്, സർവേശ എല്ലാത്തിൻ്റെ ഈശ്വരനാണ്. അതെന്ത് ചെയ്യുന്നു? മോഹത്താൽ ലോകത്തെ മോഹിപ്പിച്ചു. എന്നെക്കൊണ്ട് മോഹിപ്പിച്ചിട്ട് ആ സ്ഥാനങ്ങളിലെത്തി. ആ രാജ്യത്തെ തലപ്പത്തായിട്ട് ഭീഷ്മർ എന്ന നിലയിൽ ആ രാജ്യത്തെല്ലാം പരിപാലിച്ചുകൊണ്ട് മോഹത്തിലകപ്പെട്ടുകൊണ്ട് തന്നെയാണ്. കാരണം ആ ഒരു റോൾ എടുക്കാനാണ് അന്ന് മോഹം തോന്നിയത്. അതുകൊണ്ട് ആ റോൾ എടുത്തു. അതുകൊണ്ടല്ലേ ശബദമെല്ലാം നടത്തിയത്. ഞാൻ ഒന്നിലും ഇടപെടില്ല, ഈ കസേല എന്ത് പറയുന്നു അത് ഞാൻ ചെയ്തോളാം. അതാണ് മോഹിപ്പിച്ചത്. അങ്ങനത്തെ ഒരു റോളിലേക്ക് പോയി. പിന്നെയോ ഇവിടെ സ്വരൂപം മറച്ചു കഴിയുന്നു. അപ്പൊ ആ ഒരു ശക്തി നമ്മൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ഒരു മായകളിലൂടെയാണ് നമ്മളെ കൊണ്ടെല്ലാം നയിക്കുന്നത്. അതിനു വേണ്ടി ചെയ്തു കൊടുക്കും. അതേ എനിക്ക് ചെയ്യാനുള്ളൂ. ഇനി 19 ഈ കൃഷ്ണന്റെ ഗൂഢമായ മഹത്വം പരമശിവൻ അറിയുന്നുണ്ട്, നാരദൻ അറിയുന്നുണ്ട്, കപിലാചാര്യൻ, ഇങ്ങനെ കുറെ പേർക്കെല്ലാം ഇതറിയാം. അതായത് വേദങ്ങളിലൂടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് മഹാന്മാർക്ക് മാത്രമേ, അങ്ങനെയും ചിന്തിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇതെല്ലാം ആ കക്ഷിയാണ് പിന്നിൽ നിന്ന്. നമുക്കതിനനുസരിച്ച് നാടകത്തിൽ അഭിനയിക്കുന്നവരെ അഭിനയിക്കാനേ കഴിയുകയുള്ളൂ എന്ന് ഭീഷ്മർ പറയാണ്. എൻ്റെ റോൾ ഇതായിരുന്നു, ഞാൻ ചെയ്തു. നിന്റെ റോളിൽ നീ ആരാധരെ സംരക്ഷിക്കുകയാണ്, പോയി ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് വിട്ടത്, അല്ലാതെ ഇതിന് വേറെ കാര്യമൊന്നുമില്ല. ഇനി 20 പറയുന്നു, യാതൊരുവനെ അമ്മാവന്റെ മകനായി. നിങ്ങൾ ഇദ്ദേഹത്തെ എങ്ങനെ കണ്ട്? ഓരോ ആൾ ആ ശക്തിനെ ഓരോ തരത്തിലെല്ലാം കാണുന്നു. നിങ്ങൾ അമ്മാവന്റെ മകനായി കണ്ട് പ്രീതിക്ക് പാത്രമായി അദ്ദേഹത്തിന് നിങ്ങളോട് പ്രീതി ഉണ്ടായി. അത് നിങ്ങൾ പ്രീതിയുള്ള ഒരാളായിട്ട് കണ്ടു. പ്രത്യുപകാരം പ്രതീക്ഷിക്കാത്തതായിട്ട് കണ്ടു. അദ്ദേഹം ഒന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നല്ലൊരു ബന്ധുവായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ആ വ്യക്തി ആരാണ്? അവർ വിശ്വത്തിൻ്റെ മന്ത്രിയായിരുന്നു. പക്ഷെ നിങ്ങളിങ്ങനെയല്ലാണ് കണ്ടത്. നല്ലൊരു കൂട്ടുകാരൻ, നല്ലൊരു ചേർച്ചയുള്ളൊരു ഫ്രണ്ട്, സത്യസന്ധൻ, ഒന്നും പ്രതീക്ഷയില്ല, നമ്മളെ അമ്മാവൻ്റെ മകനാണ്. ഇങ്ങനെയെല്ലാം കണ്ടിട്ട് നിന്ന വ്യക്തി ആരാണ്? യഥാർത്ഥത്തിൽ വിശ്വത്തിൻ്റെ മന്ത്രിയും നിങ്ങൾക്ക് വേണ്ട സന്ദേശമെല്ലാം അപ്പം എത്തിച്ചു തരുന്നവനും തേർത്തെളിക്കുന്നവനും എല്ലായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്. പിന്നെ 21 എന്ത് പറയുന്നു? അത് എല്ലാറ്റിൻ്റെയും ആത്മാവാണ്. ആ കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കണമെന്നെല്ലാം ഓൾറെഡി തീരുമാനിച്ച വ്യക്തിയാണ്. തുല്യ നിലയിൽ കാണുന്നവരാണ് എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. അതിന് പക്ഷപാതമൊന്നുമില്ല. കൃഷ്ണന് ആ ശക്തിക്ക് ഭീഷ്മരും ദ്രോണനും പാണ്ഡവരും ദുര്യോധനനും എല്ലാം ഒരേപോലെ തന്നെയാണ്. പിന്നെ ആ പ്ലാൻ അനുസരിച്ച് ഒരു കാലം വരുമ്പോൾ, അക്രമം പെരുകുമ്പോൾ ഇപ്പുറത്തവരെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പുറത്തെ കൂട്ടുകൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സംവിധായകന്
വില്ലനായിട്ട് അഭിനയിക്കുന്നവരെയും നായകനായിട്ട് അഭിനയിക്കുന്നവരെല്ലാം ഒരേപോലെ തന്നെയാണ്. എല്ലാവരും അവരവരുടെ റോള് ഭംഗിയായിട്ട് അഭിനയിക്കണം. അതാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വില്ലന്റെ ഭക്ഷണം പിടിച്ചോണ്ട് നീ അത്ര ക്യാമറ കാണണമെന്നൊന്നും പറയുന്നില്ല. എല്ലാവരെയും പ്രോത്സാഹനം അവരവരുടെ റോള് ഭംഗിയായിട്ട് അഭിനയിക്കുക. ആ തരത്തിലാണ്. അതിന് ബദലായിട്ട് മറ്റൊന്നുമില്ല. ഞാനെന്ന ഭാവവും അതിനില്ല. ഈ വക ആ കൃഷ്ണൻ ആ തരത്തിൽ കാണണം. ഈ വക വിഷയങ്ങൾ, ദുഃഖങ്ങൾ ഒന്നുമില്ല തന്നെ. നമുക്കുള്ള ദുഃഖമൊന്നും ആ ശക്തിക്ക് ഇല്ല. ആ ശക്തിയെ സംബന്ധിച്ചോട് ഇവിടെ കുറെ വിധവകൾ ഉണ്ടായിട്ട് കുട്ടികൾ കുറെ മരിച്ച്, ബോംബിട്ട് കുട്ടികൾ കുറെ മരിച്ച്, അതിനൊന്നും ആ കക്ഷിക്ക് താല്പര്യമേ ഇല്ല. ആ കക്ഷിക്ക് എന്താണ് വേണ്ടത്? ആ അധർമ്മമുള്ള രാജ്യത്തെ അടിച്ച് തകർത്തിട്ട് ഒരു നല്ലൊരു വസുദേവ കുടുംബം ഉണ്ടാക്കണം. അതിൽ എത്ര ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അതിന് പ്രശ്നമേ അല്ല. എത്ര പേര് ചാത്താലും വേണ്ടിയില്ല. കുട്ടികൾ എന്തായാലും എന്തെല്ലാം ദുരിതം അനുഭവിക്കേണ്ടത് വേണ്ടിയില്ല. കാലം അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കാലം തന്നെ ഒന്ന് നോക്കിക്കോളും. നമ്മൾ 2ാം ലോകമഹായുദ്ധത്തില് എത്ര ജനങ്ങളാണ് മരിച്ചതെന്ന് ചിന്തിച്ചു? കാലമൊന്നും ചിന്തിച്ചില്ല. പക്ഷെ എന്താക്കി? അതുകൊണ്ട് ഒരു സുന്ദരമായ ലോകം നമ്മളുണ്ടായി. ഇന്നൊരു സുന്ദരമായ ലോകം ഉണ്ടായി. മരിച്ചത് എത്ര പേരാണ്? ഇനിയിപ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിൽ മുഴുവൻ അധർമ്മികളായി പോയി കഴിഞ്ഞാൽ മുഴുവനെ കൊല്ലേണ്ടി വരും. അതിനങ്ങനത്തെ ചിന്താഗതിയൊന്നുമില്ല. അവസാനം അവശേഷിക്കുന്ന ആൾക്കാരെന്തായിരിക്കണം? വസുദേവ കുടുംബമായിരിക്കണം. എല്ലാ ശാസ്ത്രജ്ഞാനവും തികഞ്ഞവര്, ലോകം അത്രയും പുരോഗമിച്ചവര്, അവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ താമസിക്കുന്ന ലോകമേ തറവാട് എന്ന ഒരു കുടുംബമായി. അതാണ് വസുദേവ കുടുംബം. അവിടത്തേക്ക് എത്തിക്കണം. അതേ അതിന് താല്പര്യമുള്ളൂ. അതിൽ എത്ര ആളുണ്ടാവും എന്നുള്ളതൊന്നും അതിൻ്റെ പരിഗണനയിൽ വരുന്നതല്ല. ഈ വക വിഷയ ദുഃഖങ്ങളൊന്നും ആ കക്ഷിക്കില്ല. അല്ല നമുക്കാണ്. 22 എന്ത് പറയുന്നു? എങ്കിലും ഏകാഗ്രഭക്തരായവരിൽ കൃഷ്ണന്റെ കാരുണ്യം കാണുക. എന്നാലും ആ കൃഷ്ണനിൽ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ അവൻ കരുണയുള്ളവനാണ്. എന്തുകൊണ്ടെന്നാൽ പ്രാണനെ ത്യജിക്കാൻ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ദർശനം നൽകി. അപ്പം കൃഷ്ണന്റെ ദർശനം കിട്ടുന്നതുകൊണ്ട് എന്താ പറ്റുന്നത്? ഇന്നേരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇനി പുനർജന്മമില്ല. മരിക്കാൻ പോകുമ്പോൾ കൃഷ്ണന്റെ ദർശനം കിട്ടിയാൽ പുനർജന്മമില്ല. അല്ലെങ്കിൽ പിന്നും ഇതേമാതിരി ജനിച്ചിട്ട് കഷ്ടപ്പാടുണ്ട്. കാരണം ഇനി ഭീഷ്മർ ജനിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയുള്ള യുഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും നീതിമാന്മാരായി ജനിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരു പക്ഷം പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇങ്ങനെയുള്ള റോള് പക്ഷം പിടിക്കലാണ്. അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് പോയി. ഇനിയുള്ള ധർമ്മത്തിന്റെ കാലഘട്ടം. അവിടെ ഇനി ജനിക്കാനില്ല. അത് കഴിഞ്ഞാലും പ്രളയവും നടക്കും. ഇപ്പം ബ്രഹ്മസാക്ഷാത്കാരം. ഇനി ഭീഷ്മർ ജനിക്കേണ്ട ആവശ്യമില്ല. ഭീഷ്മരെ പോലെയുള്ളവര്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു? കൃഷ്ണന്റെ ദർശനം എൻ്റെ അടുത്ത് വന്നിരിക്കുകയല്ലേ. ദർശനത്തിന് കൃപ കൊണ്ടല്ലേ. ഇനി 23 യാതൊരുവൻ ഭക്തിയോടെ മനുഷ്യൻ മനസ്സിൽ കൃഷ്ണനെ ചിന്തിക്കുന്ന ജീവൻ ത്യജിക്കുന്നുവോ അവന് മോചനം കിട്ടും. അപ്പോൾ മരിക്കുന്ന സമയത്ത് കൃഷ്ണനെ ചിന്തിച്ചാൽ മോചനം കിട്ടും. അതിനുള്ള അവസരം എനിക്ക് കൃഷ്ണൻ തന്നു. 24 ധ്യാനം കൊണ്ട് ദേവന്മാർക്കും ദേവനായി പ്രത്യക്ഷപ്പെട്ട ഈ ഭഗവാൻ ധ്യാനം കൊണ്ട് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ശർശയിൽ കിടന്നിട്ട് കൃഷ്ണനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവന്മാരുടെ കാട്ടിയല്ല ഏറ്റവും വലിയതായ ദേവൻ ഈ ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഭഗവാനോട് വന്നിട്ട് ഒരു അപേക്ഷ പറയുകയാണ്, ഞാൻ മരിക്കുന്നത് വരെ ഇവിടെ നിൽക്കണമേ എന്ന്. കാരണം മരിക്കുന്ന സമയം കണ്ടുകൊണ്ടിരുന്നാലേ ബ്രഹ്മസാക്ഷാത്കാരം. അതിലിടക്ക് പോയി കളയരുത് എന്ന് പറയാണ്. കാരണം എനിക്ക് മരിക്കാനുള്ള സമയമായി. ഇനി 25 ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ ഈ വാക്കുകൾ കേട്ട് ധർമ്മപുത്ര താനും നാനാപ്രകാരത്തിലുള്ള ധർമ്മങ്ങളെക്കുറിച്ച് ഭീഷ്മരോട് ചോദിച്ചു. അപ്പം ഭീഷ്മരോട് ഇനി ഞാൻ ഭരിക്കുമ്പോൾ എന്തെല്ലാണ് എൻ്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞു തരാൻ പറയുകയാണ്. എങ്ങനെ ഞാൻ ഭരിക്കണം? അപ്പോൾ നമുക്കതൊന്നും ഇങ്ങേരെ മര്യാദയ്ക്ക് ഭരിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള റോൾ അതല്ല. ഇങ്ങേരെ ഭരണം നടത്തണം, ഭരിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രമേ ഭീഷ്മർക്ക് ഉത്തരവാദിത്തമുള്ളൂ. കാരണം ആ റോളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭംഗി വെച്ച് നിർവഹിച്ചു.
അല്ലാതെ അറിയാതെ ഒന്നുമല്ല. എല്ലാ റാങ്കും വാങ്ങിയിട്ടുള്ളവരാണ് സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നത്. അവർ പഠിക്കുമ്പോൾ ഇതെല്ലാം ധർമ്മമെല്ലാം നിയമങ്ങളെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ആടിയിരിക്കുന്നത്. പക്ഷെ ആടിയിരിക്കുമ്പോൾ പ്രയോഗിക്കാൻ പറ്റില്ല. പ്രയോഗിക്കാൻ പറ്റാത്തവരാണ് പുറത്തായിട്ട് പോയത്, പാണ്ഡവരായിട്ട്. ഇങ്ങനെ അടിയായിപ്പോയി, അത്രയാണ്. അത് ആ റോളാണ് അങ്ങേക്ക് വിധിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ധർമ്മത്തെ പറ്റി അല്ലാതെ മൂത്ത ആളുമാണല്ലോ, പഠിക്കേണ്ട എല്ലാം പഠിച്ച വ്യക്തിയാണ്, എല്ലാ ജ്ഞാനവും ഉണ്ടാവും. പിന്നെ പ്രായത്തിന്റെ മൂപ്പുണ്ട്, അലുപ്പ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ പയ്യൻ ധർമ്മപുത്രർക്ക് ഭീഷ്മർ ഉപദേശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ 28, 26, 27, 28 4 വർണ്ണങ്ങളുടെ ധർമ്മത്തെപ്പറ്റി, വിഷയങ്ങളിലെ വിരക്തിയും അനുരക്തിയും, നിവൃത്തി, പ്രവൃത്തി, ദാനധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഇങ്ങനെ കുറേ ധർമ്മങ്ങളുണ്ടല്ലോ. പുരുഷാർത്ഥങ്ങൾ, മൂലാപയെക്കുറിച്ചെല്ലാം ഭീഷ്മർ വിവരിച്ചു കൊടുത്തു. എല്ലാം വിവരിച്ചു കൊടുത്തു. അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. പല കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. എന്തെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇനിയുള്ളതിലൂടെ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങേരം മോക്ഷത്തെ പറ്റിയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. 29 അങ്ങനെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യോഗികൾക്ക് മാത്രം ലഭിക്കുന്ന ആ ഉത്തരായണ കാലം വന്നു കഴിഞ്ഞു. അപ്പൊ യോഗികൾക്ക് കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഏതില്? ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടതാണ്. യോഗികൾക്ക് ഉത്തരായണത്തിൽ ഒരു പ്രത്യേക സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുനർജന്മമില്ല. അപ്പൊ അങ്ങനെ ഒരു കാലം ഇവിടെ വന്നത് ഭീഷ്മർക്ക് മനസ്സിലായി. അപ്പം ഭീഷ്മർ എന്ത് ചെയ്തു? ഈ പറഞ്ഞതെല്ലാം പറഞ്ഞതിനെല്ലാം ഉപസംഹരിച്ചു. എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന 4 കരങ്ങളോടുകൂടി മഞ്ഞപ്പട്ടണിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പൊ ആ സമയം വന്നു. ആ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണനെ ഓർത്തുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം പ്രാപിക്കാം. അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. 31 പറയുന്നു, പരിശുദ്ധമായ ധാരണായോഗത്താൽ അശുഭങ്ങളെല്ലാം ഒഴിഞ്ഞ് അങ്ങനെ ഒരു യോഗമായിട്ട് ബ്രഹ്മത്തിൽ ചേരാനുള്ള, ആ കൃഷ്ണനിൽ ചേരാനുള്ള ആ ജീവാത്മാവ് അദ്ദേഹത്തിന്റെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കാൻ പോകുന്ന ആ അവസരത്തിൽ അങ്ങയുടെ അശുഭങ്ങളെല്ലാം ഒഴിവായി അവിടുത്തെ കടാക്ഷത്താൽ ആയുധപീഡയിൽ നിന്ന് മുക്തമായി ശരശയിലാണ് കിടക്കുന്നത്. പക്ഷെ ആ വേദനയെല്ലാം ഇല്ലാതെയായി. കാരണം എന്തുകൊണ്ട്? ജീവാത്മാവ് പരമാത്മാവിൽ ചേരുമ്പോൾ പിന്നെ ശരീരമെല്ലാം ഒന്നും അല്ലാതെയാകുമ്പോൾ അത് ചണ്ടി കണക്കെയാവും. പിന്നെ ശരീരത്തിൽ മുറിഞ്ഞാലെന്ത് എന്തായാലും അപ്പം വേദനയെല്ലാം പോയി ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പോവുകയാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള വിഭ്രാന്തികളെല്ലാം ഇല്ലാതെയായി. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം, അതാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങളൊന്നുമില്ല, കാണില്ല, കേൾക്കില്ല, ഒന്നുമില്ല. ശരീരം വിടാൻ ഒരുങ്ങിക്കൊണ്ട് ശ്രീകൃഷ്ണനെ സ്തുതിക്കാൻ തുടങ്ങി. പിന്നെ ശ്രീകൃഷ്ണ പ്രണാമത്തിൽ ചിന്തിച്ചുകൊണ്ട് പറയുന്നതായിട്ടാണ് ഇനിയുള്ള കാര്യം പറയുന്നത്. ശ്രീകൃഷ്ണ സ്തുതി. അപ്പം ഭീഷ്മർ പറഞ്ഞു, 32 യാദവ ശ്രേഷ്ഠനാണ്, സ്വസ്വരൂപമായ പരമാനത്തെ പ്രാപിച്ചവനും സ്വസ്വരൂപമായ ബ്രഹ്മരൂപം തന്നെയാണ് ആ കൃഷ്ണൻ. അതേ അവസരത്തിൽ സ്വലീലകൾ യോഗമായയെ കൊള്ളുന്നവനുമാണ്. ലീലകൾ കൊണ്ട് യോഗമായയെ കൊള്ളുന്നവനുമായ ശ്രീകൃഷ്ണനെ ഞാൻ മനസ്സാൽ അർപ്പിക്കുന്നു. അപ്പം കൃഷ്ണനെ എങ്ങനെ വിവരിച്ചുകൊണ്ടാണ്? ആ യാദവ ശ്രേഷ്ഠനാണ്, അതേസമയം പരമാത്മാവിൻ്റെ പരമാത്മാവ് തന്നെയാണ്, അതേസമയം ഇവിടെ മായാരൂപത്തിൽ കളിക്കുന്ന എല്ലാ ലീലകളും കാട്ടിക്കൊടുക്കുന്ന വ്യക്തിയുമായ കൃഷ്ണനെ ഞാൻ നമിക്കുന്നു. ഇനി 33 3 ലോകത്തും ഏകമാത്ര സുന്ദരമായി, ഇനി സുന്ദരമായ ഒരു രൂപം വർണ്ണിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ അതാണത്. അപ്പോൾ 3 ലോകങ്ങളിൽ സുന്ദരമായ രൂപത്തിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചം എത്രയോ സുന്ദരമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ സൗന്ദര്യം പച്ചില മരത്തിന്റെ നിറത്തിനൊത്ത നിറമുള്ള നീല നിറത്തോടുകൂടി, പച്ചില നിറത്തിന്റെ, അതായത് ലോകം മുഴുവൻ ഒരു പച്ചില കൊണ്ട് മൂടപ്പെട്ട അത്രയും ഭംഗിയുള്ള ആ രൂപത്തില് നീല നിറത്തോടുകൂടി
സൂര്യകിരണത്തിൻ്റെ ആ പീതവർണം എന്ന വസ്ത്രമണിഞ്ഞ പോലെ, പീതവർണ്ണമുള്ള വസ്ത്രമണിഞ്ഞതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, ഏതുപോലെ കുറുനിരകളാൽ മുഖമെല്ലാം ഇങ്ങനെ മൂടിക്കൊണ്ട് പാർത്ഥസാരഥിയായിട്ട്, പാർത്ഥൻ്റെ സാരഥിയായിട്ട് ഒരു ഫലവും ആഗ്രഹിക്കാതെ ഞാൻ അങ്ങയെ എന്ത് ചെയ്യുന്നു? പ്രേമഭക്തിയോടെ ഭജിക്കുന്നു. ഞാൻ അങ്ങനെ ലയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എനിക്കൊരു ഫലം ഇച്ഛിക്കുന്നില്ല. അപ്പോൾ സുന്ദരമായ രൂപത്തിൽ കാലത്തെ തന്നെയാണ് പ്രകൃതിയാണ് വർണ്ണിച്ചിരിക്കുന്നത് കൃഷ്ണൻ്റെ പാർത്ഥസാരഥി രൂപത്തിൽ. ഇനി 34 ആ യുദ്ധത്തിൻ്റെ ഭീകരമായ രൂപത്തിലും കാണുകയാണ്. യുദ്ധത്തിൽ കുതിരകളെല്ലാം ഓടുമ്പോൾ ഈ ഭൂമിയിൽ നിന്നിങ്ങനെ പൊടി പൊന്തുമല്ലോ, ആ പൊടിയിൽ കിടന്ന് തലയിൽ എല്ലാം മുടിയിലെല്ലാം പറ്റിയിട്ട് ചെമ്പിച്ച മുടിയായിട്ട് നിൽക്കുകയാണ്. ഈ യുദ്ധക്കളത്തിൽ കുതിരകളുടെ പൊടിയെല്ലാം വന്ന മുടിയിൽ പറ്റിയിട്ട് ഒരു വരി ചെമ്പിച്ച രൂപത്തിൽ എൻ്റെ കൂർത്ത അമ്പിനാൽ, അതായത് ഭീഷ്മരുടെ കൂർത്ത അമ്പ് കൊണ്ട് പിളർക്കപ്പെട്ട് ഏത് ഈ മാർച്ചട്ടയെല്ലാം പൊട്ടിയിട്ട്, എൻ്റെ അമ്പ് കൊണ്ട് പൊട്ടിയിട്ട് ആ കൃഷ്ണനിൽ അന്ധകരണം കുറച്ചിരിക്കുന്നു. അങ്ങനെയുള്ള രൂപത്തിലുള്ള കൃഷ്ണനിലും എൻ്റെ മനസ്സുറച്ച് കിടക്കുകയാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തിനെല്ലാം മുറിഞ്ഞിട്ടുണ്ടോ, ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ്. അപ്പം ഭീഷ്മരായ ആയുധം കൊണ്ട് മുറിഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം മുറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃഷ്ണന്റെ ശരീരത്തിൽ കാണും. പ്രപഞ്ചം മുഴുവൻ കൃഷ്ണനിൽ കണ്ടില്ലേ? വിശ്വരൂപത്തിൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകും കൃഷ്ണനായിട്ടല്ല കാണുന്നത്. അപ്പം ഇനി മുറിഞ്ഞത് ആരെ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്? കൃഷ്ണനെ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. അപ്പം ആ രൂപത്തിലും ഞാൻ കൃഷ്ണൻ കണ്ട, എൻ്റെ ആയുധം കൊണ്ട് മുറിഞ്ഞ രൂപത്തിൽ കൃഷ്ണനെ കണ്ട. എൻ്റെ ആയുധം കൊണ്ട് മുറിഞ്ഞ രൂപത്തിൽ കൃഷ്ണനെ ആര് കണ്ടു? ഭീഷ്മര് കണ്ടു. ആ രൂപത്തിലെല്ലാം പൊടിയെല്ലാം പറഞ്ഞ് മുടിയെല്ലാം ഒരു വലിച്ചിമ്പിച്ചു. ഇനി 35 അർജുനന്റെ വാക്ക് കേട്ടിട്ട് അങ്ങ് എന്ത് ചെയ്തു? രഥം കൊണ്ടുപോയിട്ട് ആ യുദ്ധം നടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ കുരുക്ഷേത്രത്തില് 2 സേനകളുടെയും നടുവിൽ വെച്ചിട്ട് അങ്ങ് എന്ത് ചെയ്തു? ശത്രുക്കളുടെ നേരെ അങ്ങ് കണ്ണുവെച്ച് നോക്കി. എന്നിട്ട് അവരുടെ ആയുസ്സിനെ അല്ലെങ്കിൽ അപഹരിക്കുകയും ചെയ്ത കൃഷ്ണനെ ഞാൻ പ്രേമഭക്തിയോടെ ഭജിക്കുന്നു. അപ്പം അർജുനനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സൈന്യങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ഇദ്ദേഹം ആരെയാണ് നോക്കിയത്? ശത്രുപക്ഷത്തുള്ളതല്ല, നിന്റെ ആയുസ് ഞാൻ ഇതാ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആയുസ് എടുക്കുക. നേരം തന്നെ ആയുസ് എടുത്തിരിക്കുക. പിന്നെ അർജുനനെല്ലാം കൊല്ലേണ്ടത് ഒരു ചടങ്ങ് മാത്രമാണ്, അതല്ല ആദ്യമേ ആയുസിങ് എടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള കൃഷ്ണനെയും ഞാൻ ഭജിക്കുന്നു. ഇനി 36 അതിനെ കണ്ട സൈന്യത്തെയെല്ലാം കണ്ടിട്ട് പരവശപ്പെട്ട് ബന്ധുക്കളെയെല്ലാം കൊല്ലണമല്ലോ എന്ന് വെച്ച് യുദ്ധസ്ഥലത്ത് നിന്ന് പിന്തിരിഞ്ഞവനെ, അതായത് ആരാണ് പിന്തിരിഞ്ഞത്? അർജുനനെ ആത്മതത്വത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച അങ്ങയുടെ തൃപ്പാദത്തിൽ ഞാൻ എൻ്റെ സമർപ്പിക്കുന്നു. അപ്പോൾ അർജുനനെ ഏത് ഗീതോപദേശം നൽകി ഉയർത്തിയ, യുദ്ധത്തിന് പ്രാപ്തമാക്കിയ കൃഷ്ണന്റെ കാൽക്കലും ഞാൻ നമസ്കരിക്കുന്നു. ആര്? ഭീഷ്മര്. 37-38 സ്വന്തം പ്രതിജ്ഞയെ തള്ളിക്കൊണ്ട് തേരിൽ നിന്നും ചാടിയിറങ്ങി ചക്രായുധമെടുത്ത് പ്രയോഗിക്കാൻ നിൽക്കുന്ന, അപ്പോൾ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ സമയം അർജുനൻ തയ്യാറായില്ല. ഇങ്ങനെ പല കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം സായി കെട്ടിട്ട് കൃഷ്ണൻ ഒരു വേള എന്ത് ചെയ്തു? നീ ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ചക്രായുധം എടുത്തിട്ട് ഭീഷ്മരുടെ നേരേക്ക് പോയി. അപ്പോഴാണ് അർജുനന് ബോധം തെളിഞ്ഞ വേണ്ട ഞാൻ കൊണ്ടോളാം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? ഭീഷ്മർ ആയുധം അയച്ചു. ശരം കൊണ്ടിട്ട് എന്ത് പറ്റി? അങ്ങനത്തെ മാറിലെ കവചെല്ലാം അങ്ങ് പൊട്ടിത്തെറിച്ചു. അങ്ങനെ ആകെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്.
അങ്ങനെ രക്തത്തെ കുറിച്ചിട്ടും ദേഷ്യം പിടിച്ചുകൊണ്ട് നിന്നെ ഇപ്പൊ കൊല്ലുന്നും പറഞ്ഞ് നിൽക്കുന്ന കൃഷ്ണന്റെ ഞാൻ അഭയം പ്രാപിക്കുന്നു, ആ കൃഷ്ണനിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ആ രൂപത്തിൽ, കാരണം കൃഷ്ണൻ പറഞ്ഞിരുന്നു ഞാൻ ആയുധം എടുക്കില്ല എന്ന്. അപ്പം ഭീഷ്മർ അന്നേരം പറഞ്ഞു നിന്നെ കൊണ്ട് ഒരു ദിവസം ഞാൻ ആയുധം എടുപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഒരു ദിവസം ഞാൻ ആയുധം എടുപ്പിക്കും അകട്ടും വന്നു. കാരണം അർജുനൻ എന്ത് പറഞ്ഞിട്ട് ശരിയാകുന്നില്ല, യുദ്ധത്തിന് തയ്യാറാകുന്നു. നിന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴും തയ്യാറായില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ പോയത്. അപ്പം പിന്നെ അർജുനൻ അത് ശരിയാക്കില്ല, കൃഷ്ണൻ തന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ശരിയാകും. അന്നേരമാണ് കുറച്ച് ബോധം വന്നത്. ഇനി 39. അർജുനന്റെ രക്തമാകുന്ന കുടുംബത്തോടുകൂടി അപ്പൊ ഇവിടെ എന്താണ് ചിത്രീകരിക്കുന്നത് എന്ന് വെച്ചാൽ പാണ്ഡവരുടെ രഥമാകുന്ന കുടുംബത്തെ ഒരു രഥമായിട്ട് ചിത്രീകരിക്കുകയാണ്. പാണ്ഡവരുടെ കുടുംബത്തെ ഒരു രഥമായി ചിത്രീകരിച്ചുകൊണ്ട് ആ കുടുംബത്തെ നയിക്കുക. എന്തുകൊണ്ട്? ചമ്മട്ടിയും കടിഞ്ഞാണുമായി നയിച്ച ഭഗവാനിൽ എനിക്ക് പ്രേമം ജനിക്കട്ടെ. അപ്പം പാണ്ഡവരെ നയിക്കാൻ വേണ്ടി പാണ്ഡവരുടെ രഥമാകുന്ന, പാണ്ഡവരുടെ കുടുംബമാകുന്ന രഥത്തെ ചമ്മട്ടിയും കടിഞ്ഞാണുമായി സാരഥി എന്ന നിലയിൽ കാണാൻ കഴിഞ്ഞ കൃഷ്ണനിൽ എനിക്ക് പ്രേമം ജനിക്കട്ടെ എന്നാര് പറയുന്നു? ഭീഷ്മർ. ഇതെല്ലാം ഭീഷ്മരുടെ സ്തുതിയാണ്. ഇനി 40 ചന്തമുള്ള നടത്തവും ശൃംഗാര ചേഷ്ടകളും മധുര പുഞ്ചിരിയും പ്രേമ കടാക്ഷവും പ്രേമത്തിൻ്റെ വിവശതയും, പിന്നെ കൃഷ്ണൻ ഭക്തി കൊണ്ട് കൃഷ്ണൻ ചെയ്ത മാതിരി എല്ലാം അനുകരിക്കുന്ന ആ ഗോപസ്ത്രീകളെ. ഇപ്പം ഗോപസ്ത്രീകളുടെ ചന്തമുള്ള നടത്തം, ശൃംഗാരചേഷ്ട, കൃഷ്ണനെ കാണുമ്പോഴുള്ള ശൃംഗാരവും വിവശതയും, പിന്നെ കൃഷ്ണനെ ഓർത്തിട്ട് അതുമാതിരി അഭിനയിക്കുക, ഒരു തരം സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെയെല്ലാം ഗോപികമാർ അവസാനം എന്തായിത്തീർന്നു? ആ കൃഷ്ണരൂപം പ്രാപിച്ചു പോലും. അങ്ങനെയുള്ള ആകർഷണയോടെ അവസാനമായി അവരെന്തായിട്ട് പ്രാപിച്ചു? കൃഷ്ണരൂപം പ്രാപിച്ചു. അപ്പോൾ ഈ കാണുന്ന സ്ത്രീകളും എല്ലാം കൈ കാട്ടിക്കൂട്ടുന്നതെല്ലാം കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണന്റെ രൂപത്തിലായിട്ട് മാറിയിട്ട് അവർ കാണിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൃഷ്ണൻ തന്നെയാണ്. ഇപ്പൊ സ്ത്രീകൾ ഇങ്ങനെയെല്ലാം നടക്കുന്നതെല്ലാം രാസലീലയെല്ലാം കൃഷ്ണന്റെ രാസലീലയാണ്. അവരെ ആടിക്കൊണ്ടിരിക്കുക, ഈ കാണിക്കുന്നതെല്ലാം കൃഷ്ണന്റെ രാസലീലയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മായാരൂപങ്ങളുണ്ടോ അതെല്ലാം കൃഷ്ണൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. സ്ത്രീകൾ കാണിക്കുന്നതും അതെല്ലാം കൃഷ്ണന്റെ ലീലകൾ തന്നെയാണ് കാണിക്കുന്നത്. എന്നിട്ട് 41 യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ എല്ലാ ഋഷികളും പ്രമുഖന്മാരും എല്ലാം വന്നിട്ട് അവിടെ രാജസൂയത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെയുള്ള എല്ലാ രാജാക്കന്മാർക്കും അവിടെ സന്നിഹിതരായവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ ഇപ്പോഴ് എൻ്റെ ദൃഷ്ടിക്കും വിഷയീഭൂതമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പം അവിടെ രാജസൂയയാഗെല്ലാം കഴിഞ്ഞു. ആരുടെ? യുധിഷ്ഠിരൻ ഭരണമെല്ലാം ഏറ്റെടുത്ത് അവിടെ പോയിട്ട് എല്ലാ രാജാക്കന്മാരും വന്നു. അപ്പം ഇങ്ങേരും അടക്കി ചെന്നു. അപ്പം അവിടെയൊക്കെ എല്ലാവർക്കും അങ്ങേരെ പ്രത്യക്ഷമായി കൊടുത്തു. അതേ കൃഷ്ണൻ എവിടെയും വന്നിരിക്കുകയാണ്, ഇവിടെ ശരശയ്യയിൽ കിടക്കുന്ന എൻ്റെ അടുത്തും വന്നിരിക്കുകയാണ്. അപ്പം അത് വലിയ കാര്യമല്ലേ. അവിടെ കഴിഞ്ഞിട്ട് ഇവിടെയും വന്നു. എന്നിട്ടെന്ത് പറയുന്നു? 42 തന്നാൽ ഉണ്ടാക്കപ്പെട്ട ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, തന്നാൽ ഉണ്ടാക്കപ്പെട്ട ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് എങ്ങനെ? ജന്മരഹിതനും
ഒന്നു തന്നെയെങ്കിലും പലതായി പ്രതിഭാസിക്കുന്നവനുമായ ആ കൃഷ്ണമൂർത്തിയെ ഞാൻ പൂർണ്ണമായും പ്രണമിക്കുന്നു. അപ്പോൾ ആ ശക്തി ഒന്നേ ഉള്ളൂ, പക്ഷെ അതാണ് പലതായിട്ട് മാറിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട്, ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ നിയന്ത്രിക്കണം. അതായത് ഭീഷ്മരായി മാറിയതും കൃഷ്ണനാണ്, ഭീഷ്മരുടെ ഉള്ളിലിരുന്നു കൊണ്ട് അതെല്ലാം ചെയ്തതും കൃഷ്ണനാണ്, ദുര്യോധനായിട്ട് മാറിയതും കൃഷ്ണനാണ്. അല്ലെ, ആ ബ്രഹ്മമാണ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ബ്രഹ്മം എന്നുള്ള നിലയിൽ കാണും. ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. കഥയിൽ കൃഷ്ണൻ എന്ന് പറയുന്നതിന് അപ്പം ദുര്യോധനായിട്ട് ശരീരമായി മാറിയതും കൃഷ്ണനാണ്. ആ ദുര്യോധനന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതും കൃഷ്ണനാണ്. ഇപ്പം പാണ്ഡവരായിട്ട് മാറിയതും കൃഷ്ണനാണ്. അർജുനന്റെ ഉള്ളിലും ഭീമന്റെ ഉള്ളിലും എല്ലാം ഇരുന്നു കൊണ്ട് ചെയ്യുന്നതും കൃഷ്ണനാണ്. എല്ലാം ചെയ്യുന്നത് കൃഷ്ണനാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പോൾ ഈ വ്യക്തികൾക്കൊന്നും വ്യത്യാസം കാണാന്ന് പറഞ്ഞു വരുന്നത്, ഇത് കാലം ഇങ്ങനെ പോകുന്നുള്ളൂ. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക ഇതേമാതിരി ലോകം പോകും. അല്ല, നമ്മളെല്ലാം അതിനകത്തൊരു നമ്മൾ വല്ല ആ ശക്തി നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണ്. നമുക്ക് വേറെ പ്രധാനപ്പെട്ട കാര്യമൊന്നും ഇല്ല. ഇതെല്ലാം ഒരു നിമിത്തങ്ങൾ ആ നിലയിൽ കണ്ടാൽ മതി. എൻ്റെ 43 ഇപ്രകാരം മനസ്സ്, വാക്ക്, ദൃഷ്ടി എന്നിവ ആ കൃഷ്ണനിൽ ആത്മാവിനെ ചേർത്ത് സമാധിയായി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് മനസ്സും വാക്കും എല്ലാം ആ കൃഷ്ണനിൽ ദൃഷ്ടി പായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവാത്മാവിനെ ആ പരമാത്മാവിൽ ലയിപ്പിച്ചിട്ട് സമാധിയായി. എന്നിട്ട് 44 പറയുന്നു, ആ ഭീഷ്മര് ബ്രഹ്മത്തിൽ ലയിച്ചവനായി അറിഞ്ഞ്, അങ്ങനെ എല്ലാവരും അവിടെ ചുറ്റും നിന്നവരെല്ലാം മനസ്സിലായി ഇദ്ദേഹം ബ്രഹ്മത്തിൽ ലയിച്ചു. അപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, പകൽ അവസാനിക്കുമ്പോഴുള്ള പക്ഷികളുടെ അവസ്ഥയാണ്. രാവിലെ പക്ഷികൾ വലിയ ഉത്സാഹത്തിലാണ് ഓടി നടക്കുന്നത്. പകൽ അസ്തമിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പക്ഷികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര ശാന്തമായിട്ട് ഓടിക്കളയോ, എങ്ങനെയെങ്കിലും വീടെങ്ങനെയെങ്കിലും പോയി ചേരണം എന്നുള്ള അവസ്ഥയായിരിക്കും. അത് പറഞ്ഞിട്ട് ഓരോ ഉപമകയിൽ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ 25 പറയുന്നു, അപ്പോഴവിടെ ദൈവങ്ങളാലും മനുഷ്യരാലും മുടക്കപ്പെട്ട പെരുമ്പറവുകൾ മുടങ്ങി. പെരുമ്പറവുകളെല്ലാം മുഴങ്ങി. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്നും നല്ല രാജാക്കന്മാരെല്ലാം അങ്ങനെ പുകഴ്ത്തി. ആകാശത്തുനിന്ന് പൂമഴ പെയ്തു. നല്ല എല്ലായിടത്തും. ഇത് 46. അതിനുശേഷം ധർമ്മപുത്ര ഭീഷ്മരുടെ സംസ്കാരാദികൾ ചെയ്തു. അതായത് ധർമ്മപുത്രരുടെ ജോലിയാണല്ലോ മരിച്ചു കഴിഞ്ഞ ചടങ്ങെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചേരം ദുഃഖിച്ചു നിന്നു. മുനിമാർ കൃഷ്ണന്റെ രഹസ്യ നാമങ്ങളെല്ലാം പ്രകീർത്തിച്ചുകൊണ്ട്, അതായത് അവിടെ ഇരുന്ന് മുനിമാരെല്ലാം കൃഷ്ണന്റെ പല നാമങ്ങളുണ്ടല്ലോ അതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ എന്ത് ചെയ്തു? സ്തുതിച്ചതിൻ്റെ ചേട്ടൻ അവരെന്ത് ചെയ്തു? അവരെല്ലാം സ്വന്തം ആശ്രമത്തിലേക്ക് പോയി. ഇനി 47 48 ധർമ്മപുത്രർ കൃഷ്ണനോടൊപ്പം എന്ത് ചെയ്ത് പോയി പിതാവിനെ, അതായത് ധൃതരാഷ്ട്രരെ കണ്ടു. കൂടെ ആരുണ്ട്? ദുഃഖിച്ചിരിക്കുന്ന ഗാന്ധാരിയുണ്ട്. അപ്പൊ അവരെയെല്ലാം കുറച്ച് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നിട്ട് 49 പിന്നീട് ധർമ്മപുത്ര പിതാവിൻ്റെ ധൃതരാഷ്ട്രരുടെ അനുമതിയോടുകൂടി, കൃഷ്ണന്റെ അനുമോദനത്തോടുകൂടി, കൃഷ്ണ പ്രശംസിച്ചു ോടുകൂടി എന്ത് ചെയ്തു? വംശപരമ്പരയിലുള്ള രാജ്യത്തെ മുറപ്രകാരം കൊണ്ടു നടന്നു. അങ്ങനെ രാജ്യം ഭരിക്കാൻ രാജ്യഭരണം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ അധ്യായം.